മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു വലിയ അപകടം പറ്റിയതോടുകൂടി തന്നെ വൈജയന്തി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. കയ്യും കാലും ഒന്ന് ചലിക്കാൻ പോലും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. കയ്യിനും കാലിനും തുടയലിനും താടിയലിനും അതുപോലെ തലക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രാക്ചർ ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഐസിയുലായതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് എല്ലാം നോക്കുമെങ്കിലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒരാൾ കൂടി വേണമല്ലോ നോക്കാനേ. എന്നാൽ സ്വന്തം മകൾ അലീന നോക്കുന്നതിനേക്കാൾ നന്നായി വേറെ ആരും തന്നെ വൈജയന്തിയെ നോക്കില്ല എന്ന കാര്യം ബാലചന്ദ്രന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ വലിയ ഉത്തരവാദിത്തം ബാലചന്ദ്രൻ അലീനെ തന്നെ ഏൽപ്പിക്കാണ്. എന്നാൽ ഡിസ്ചാർജിന് ശേഷം വൈജയന്തിയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ അലീനയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. അച്ഛാ, അമ്മയെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോവോ, അതോ ഇങ്ങോട്ടേക്ക് തന്നെയാണോ വരാൻ പോകുന്നത് എന്ന് അലീന ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും തടസ്സമുണ്ടാക്കാൻ നോക്കുമെങ്കിലും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. ആരും നോക്കുന്നതിനേക്കാൾ നന്നായി അലീന സ്വന്തം അമ്മയെ നോക്കുമെന്ന് അയാൾക്ക് നല്ല ഉറപ്പുണ്ട്. അലീനയും അത് സമ്മതിച്ചു. അമ്മ എന്നോട് എത്ര ശത്രുത കാണിച്ചാലും എൻ്റെ അമ്മയല്ലേ അച്ഛാ, ഞാൻ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പറയാണ് അലീന. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ വന്ന് വൈജയന്തിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും അറിയിക്കുന്നു. വീട്ടിലായാലും നല്ല കെയർ വേണമെന്നും ഹോം നേഴ്സിനെ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഡോക്ടർ പറയുമ്പോൾ അതിന് ആളുണ്ട് എന്ന് ബാലചന്ദ്രൻ മറുപടി നൽകി. അലീന ഒരു ഹോം നേഴ്സ് കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർക്കും സമാധാനമായി. എന്നാൽ ഈ സമയത്താണ് രാജീവനും ശിവശങ്കരനും അങ്ങോട്ടേക്ക് വരുന്നത്. വൈജയന്തിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമെന്നറിഞ്ഞപ്പോൾ രാജീവ് തർക്കിക്കാൻ തുടങ്ങി. അവൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ഇറങ്ങിപ്പോന്നത്, ഞങ്ങൾ അവളെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് രാജീവൻ പറയുമ്പോൾ ബാലചന്ദ്രൻ ചൂടായി. കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി ആ ഇരുട്ടുമുറിയിലിട്ട് എൻ്റെ ഭാര്യയെ നരകിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ലെന്ന് അയാൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. രാജീവ് പരിഹസിക്കാൻ നോക്കുമ്പോൾ ബാലചന്ദ്രൻ അവനെ വിരട്ടുന്നുണ്ട്. ഇതിനിടയിൽ മനു വന്ന് അവരെ സമാധാനിപ്പിക്കാൻ നോക്കി. അങ്കിളുടെ കൂടെ ആന്റി വീട്ടിലേക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് മനു ചോദിക്കുമ്പോൾ രാജീവ് വീണ്ടും ദേഷ്യപ്പെട്ടു. പക്ഷേ മനു വിട്ടുകൊടുക്കുന്നില്ല. കൊച്ചച്ഛനൊന്ന് അടങ്ങി നിൽക്ക്, അച്ഛനും വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിക്കോ എന്ന് മനു കടുപ്പിച്ചു പറഞ്ഞു. കമലക്ക് സ്നേഹമൊന്നും ഇല്ല എന്നും എല്ലാം അഭിനയമാണെന്നും മനു തുറന്നു പറയുമ്പോൾ ശിവനും രാജീവനും പിന്നെ മിണ്ടാതിരുന്നു. പിന്നീട് അങ്ങനെ അലീന രേവതിക്കുട്ടിയെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മയെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നും ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും അവൾ പറഞ്ഞു. കമലയും ഹരിയും ഒക്കെ വന്നുകൊണ്ട് തന്നെ ഇറക്കിവിടാൻ നോക്കിയെങ്കിലും ബാലചന്ദ്രൻ അവരെ അടിച്ചു പുറത്താക്കിയതും അലീന ചിരിച്ചുകൊണ്ട് തന്നെ വിവരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ സർ അത്രയൊക്കെ ചെയ്തോ, അങ്ങനെയൊക്കെ തന്നെ വേണം ആ ശവങ്ങൾക്ക് എന്ന് രേവതിക്കുട്ടിയും ആവേശത്തോടെ പറഞ്ഞു. പിറ്റേന്ന് തന്നെ വൈജയന്തിയെ ഡിസ്ചാർജ് ചെയ്ത് ആംബുലൻസിൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. കമല അപ്പോഴും പിറുപിറുക്കുന്നുണ്ട്. ഹോം നേഴ്സിനെ വെച്ചാലും ശമ്പളം ആര് കൊടുക്കും, ബാലചന്ദ്രൻ തന്നെ നോക്കിക്കോട്ടെ എന്ന് അവൾ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ബബിതയും ഉണ്ടായിരുന്നു. അലീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബാലചന്ദ്രൻ പറയുമ്പോൾ എനിക്കൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബബിത മുഖം തിരിക്കുന്നു. മുറിയിലെ മരുന്നിന്റെ മണം കാരണം ബബിതക്ക് അറപ്പാണ്. സ്വന്തം അമ്മയെ നോക്കാൻ പോലും നിനക്ക് അറപ്പാണോ എന്ന് അലീന ചോദിക്കുമ്പോൾ ബബിത അലീനയെ ആക്ഷേപിക്കുന്നു. സഹിക്കെട്ട് അലീന ബബിതക്ക് ഒരൊറ്റ പൊട്ടിക്കും. അലീന ബബിതയുടെ കരണമടിച്ച് പൊട്ടിക്കുന്നതോടുകൂടി തന്നെ ബബിത ആകെ ഷോക്കായി പോവാണ്. അമ്മയെ നോക്കാനൊക്കെ എനിക്കറിയാം, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അലീന അവളെ അവിടെ നിന്നും ഓടിക്കുന്നു. അലീനയുടെ ഈ കരുതലും സ്നേഹമൊക്കെ കട്ടിൽ കിടന്ന് വൈജയന്തി കാണുന്നുണ്ട്. അലീനയും കൃഷ്ണമോളും ചേർന്ന് അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ആ ഒരു കാഴ്ച വൈജയന്തിയുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. അലീനയുടെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഒരൊറ്റ അടിയിൽ ബബിത ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. കണ്ണുകൾ ഇരുട്ട് കയറിയതുപോലെ അവൾ അന്തിച്ചു നിന്നുപോയി. നീ എന്നെ തല്ലിയല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അലറി വിളിക്കാൻ വന്ന ബബിതയെ അലീന തൻ്റെ തറവാടിത്തം നിറഞ്ഞ ആ ഒരു നോട്ടം കൊണ്ട് തന്നെ അടക്കി നിർത്തി. നിന്റെ ശരീരത്തിൽ ഓടുന്നത് ആരുടെ ചോരയാണെങ്കിലും എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നവളാണ് നീ. ആ ഒരു ഓർമ്മയെങ്കിലും നിനക്ക് വേണമായിരുന്നു ബബിതയെന്ന് അലീന വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. വൈജയന്തിയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും വയ്യല്ലോ. സംസാരശേഷി പൂർണ്ണമായും തിരിച്ചു കിട്ടിയെങ്കിലും ആ കണ്ണുകളിലെ തിളക്കം ഒരു വലിയ കുറ്റബോധത്തിന്റെ അടയാളമായിരുന്നു. അന്ന് രാത്രി അലീന താഴെ പായയിൽ കിടക്കുമ്പോൾ വൈജയന്തി കഷ്ടപ്പെട്ട് കൈയൊക്കെ നീട്ടി അലീനയുടെ മുഴിയിഴകൾ ഒന്ന് തലോടി. അതറിഞ്ഞതും അലീന ചാടി എഴുന്നേറ്റു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവൾ ആ ഒരു നെഞ്ചിലേക്ക് ചായുമ്പോൾ വൈജയന്തിയുടെ തൊണ്ടയിൽ നിന്നും ഒരു നേർത്ത തേങ്ങൽ ഉയർന്നു വന്നു. പിറ്റേ ദിവസം രാവിലെ കൊല്ലപ്പള്ളിയിൽ നിന്ന് രാജീവനും ശിവശങ്കരനും കമലയും കൂട്ടിക്കൊണ്ട് തന്നെ വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വൈജയന്തിയെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും മാറ്റണമെന്ന ലക്ഷ്യത്തോടെയാണ് അവരുടെ വരവ്. എന്നാൽ ബാലചന്ദ്രൻ സിംഹത്തെ പോലെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ചീത്ത വിളിച്ചു പുറത്താക്കിയവർക്ക് ഇനിയും പ്രവേശനമില്ല എന്ന് അയാൾ ഗർജിച്ചു.
കമലമ്മ അഭിനയിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ നോക്കിയെങ്കിലും മനു അവിടെ തടസ്സമായി നിന്നു. അമ്മേ, ഇനി ഈ കളി ഇവിടെ നടക്കില്ല എന്ന് അവൻ കൽപ്പിച്ചു പറഞ്ഞു. അകത്തെ മുറിയിൽ അലീന വൈജയന്തിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു. ആ രംഗം ജനലിലൂടെ കണ്ട ശിവരാമൻ ഒരു നിമിഷമൊന്ന് തകർന്നു പോയി. വർഷങ്ങളായി താൻ ശത്രുവായി കണ്ട അലീനയാണ് ഇന്ന് തൻ്റെ പെങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഇത്രമാത്രം ശുശ്രൂഷിച്ചു നോക്കുന്നത് എന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. വൈജയന്തി മെല്ലെ മെല്ലെ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ ആദ്യം വിളിച്ചത് അലീന എന്ന് തന്നെയായിരുന്നു. ബബിത അങ്ങോട്ടേക്ക് വന്നപ്പോൾ, നീ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോവണം ബബിതേ, എനിക്കിനി എൻ്റെ മോൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി പതർച്ചയോടെ അങ്ങനെ പറയുമ്പോൾ അത് കേട്ടു നിന്ന ബാലചന്ദ്രന്റെ കണ്ണുകൾ പോലും ഈറനണിഞ്ഞിരുന്നു. വൈജയന്തിയുടെ മാറ്റം കണ്ട് കമലമ്മയും കൂട്ടരും ആകെ വെപ്രാളത്തിലാണ്. കാരണം അവരുടെ രഹസ്യങ്ങളെല്ലാം വൈജയന്തിയിലൂടെ അലീനയുടെ കയ്യിൽ എത്തുമോ എന്ന പേടി അവർക്കുണ്ട്. വൈജയന്തിയുടെ ഓരോ പുരോഗതിയും അലീനയെ സംബന്ധിച്ച് വലിയൊരു വിജയമായിരുന്നു. മുറിയിലെ മരുന്നിന്റെ മണം മാറിത്തുടങ്ങുകയും പകരം അലീന കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരിയുടെ സുഗന്ധം അവിടെ നിൽക്കുകയും ചെയ്തു. ഒരു ദിവസം അലീന വൈജയന്തിയുടെ തലമുടി ചീകി കെട്ടിക്കൊടുക്കുമ്പോൾ വൈജയന്തി വിറക്കുന്ന കൈകൾ കൊണ്ട് തന്നെ അലീനയുടെ കയ്യിൽ അങ്ങ് മുറുകി പിടിച്ചു. മോളെ, നീ എന്നോട് ക്ഷമിക്ക്, അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാൻ വർഷങ്ങളായി കാത്തിരിക്കുന്ന അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ സമയം ജനലിലൂടെ ഇതെല്ലാം കണ്ട ബബിത ഉടനെ തന്നെ കമലയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. ആന്റി, അമ്മ ഇപ്പോൾ അലീനയുടെ പക്ഷത്താണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്ന് ബബിത പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് കമല ആകെ വല്ലാതായി. കമലയുടെ ഉള്ളിലൊക്കെ തീ കയറി തുടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ആരും പ്രതീക്ഷിക്കാതെ കമലയും രാജീവും വീട്ടിലേക്കെത്തി. ഇത്തവണ അവർ വന്നത് ഒരു വലിയ നാടകവുമായിട്ടാണ്. ബാലചന്ദ്രൻ വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ടാണ് ബബിതയോട് ചോദിച്ചുകൊണ്ടതിന് അവർ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നത്. എന്റെ അനിയത്തിയെ നോക്കാനൊക്കെ ഞങ്ങൾക്കറിയാം, ഇവളെ പോലൊരു അവിഹിതത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രാജീവ് അലീനെ അവിടെ നിന്നും തള്ളിമാറ്റി വൈജയന്തിയെ നിർബന്ധപൂർവ്വം അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി വൈജയന്തി കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും അടുത്തുണ്ടായിരുന്ന ആ ഒരു പാനപാത്രം തറയിലേക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഇറങ്ങിപ്പോണം എൻ്റെ മുന്നിൽ നിന്ന്, നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഇനി ഏതായാലും ഇവിടെ നടക്കില്ല എന്നും ഉറക്കെ വിളിച്ചു പറയാണ്. ആ ശബ്ദം കേട്ട് പുറത്തുനിന്ന് ബാലചന്ദ്രനും മനുവും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ബാലചന്ദ്രൻ കമലയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. കണ്ടല്ലോ കമലേ, ഇനി നിനക്കിവിടെ ഒരു സ്ഥാനവുമില്ല. വൈജയന്തിക്ക് സത്യമെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. മനുവും തന്റെ അച്ഛനോടും കൊച്ചച്ഛനോടും ഇനി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കരുതെന്ന് കർശനമായി തന്നെ പറഞ്ഞു. തോൽവി സംബന്ധിച്ച് കമലയും രാജീവനും അവിടെ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും കമലയുടെ കണ്ണുകളിൽ പ്രതികാരദാഹം കത്തുന്നുണ്ടായിരുന്നു. വൈജയന്തി പിന്നീട് അലീനെ അരികിൽ വിളിച്ചു ഒരു പഴയ ലോക്കറിന്റെ താക്കോൽ കയ്യിൽ കൊടുത്തു. അതിനുള്ളിൽ കമലയും രാജീവും ചേർന്ന് ബാലചന്ദ്രന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനുണ്ടാക്കിയ വ്യാജരേഖകൾ ഉണ്ടെന്ന് അവൾ വെളിപ്പെടുത്തി. ഇത് കേട്ട് അലീന ഞെട്ടിപ്പോയി. അലീനയും മനുവും ചേർന്ന് കൊടുത്തിന് ആ ഒരു തെളിവുകളെല്ലാം ഉപയോഗിച്ച് കമലയുടെ മുഖംമൂടി അഴിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നതോടുകൂടിയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.